ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ കാർഡ് ഐഡിയ ആണ്. അപ്പോൾ വർഷമാണ് ചോദിച്ചിരുന്നത്, പക്ഷേ ചോദിച്ച ഡേറ്റിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇനി ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്തായാലും ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതാ ഇതേപോലെ മടക്കിയിട്ട്, അപ്പോൾ ഈ ഒരു സൈസായിരിക്കും നമ്മുടെ കാർഡ് വരിക. പിന്നെ നമുക്ക് വേറൊരു കളറിലെ കളർ പേപ്പർ കൂടി വേണം. നിങ്ങളുടെ കളർ പേപ്പർ ഇല്ലെങ്കിൽ പെയിൻറ്റ് അടിച്ചൊക്കെ എടുക്കാം. ഞാൻ അങ്ങനെയാണ് എല്ലാ ക്രാഫ്റ്റിനും ചെയ്തിരുന്നത്. ഇതിന് വേണ്ടി മാത്രമാണ് ഞാൻ ആകെ 2 കളർ പേപ്പർ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലുതായിട്ട് വേണ്ട, ചെറുതാണ് ഭംഗി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സമചതുരം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. സമചതുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തത്. ഇതിൻ്റെ അടയാളത്തിൽ നമുക്ക് 2-3 എണ്ണം ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിയുമെന്നുണ്ടെങ്കിൽ ആ ഒരു പൂക്കളോ അല്ലെങ്കിൽ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഓറഞ്ചും അതേപോലെ ഇത്തിരി ഒരു റെഡും കൂടി ഒരു ചെങ്കല് കളറാണ്. മറ്റൊരു പേപ്പറിൻ്റെ ആണെങ്കിലും യെല്ലോ കളറല്ല, ശരിക്കും അത് ഒരു ലൈറ്റ് പച്ച കളറാണ്. അപ്പോൾ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, പക്ഷേ ക്യാമറയിൽ വന്നപ്പോൾ ഇത് യെല്ലോ കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇതെല്ലാം ഇതുമേലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പൂവായിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നല്ല ഷേപ്പിന് ആ ഒരു ഇതെല്ലാം വെട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമേലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പശ വെച്ചിട്ട് ഏത് സൈഡിലാണ് നിങ്ങൾക്ക് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് എല്ലാവരും ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരെണ്ണം മാത്രം അപ്പുറത്തേക്കൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവിടെ നിരത്തി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് മുകളിലും കുറച്ച് അടിയിലും ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഒരെണ്ണം ഇപ്പുറത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ കൂടുതൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് മാത്രം കൂടിയിരിക്കും. അപ്പോൾ നന്നായിട്ട് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ പൊട്ടൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ വാങ്ങിക്കുമ്പോൾ, അതിൻ്റെ ഒരു പഴയ പൊട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പൊട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വയ്ക്കാം. അപ്പോൾ ഇത് കല്ലിൻ്റെ പൊട്ടാണ്. അപ്പോൾ ഇത് തീരാറായി, അധികം കളറൊന്നുമില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഒരു പകുതി ഭാഗം റെഡിയായി. ഇനി നമുക്കിതാ ഇതേപോലെ ഒരു ഹേർട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അറിയാൻ പറ്റും ഹേർട്ടിൻ്റെ ഷേപ്പൊക്കെ. അപ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു മടക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ അടയാളത്തിൽ വരച്ചാൽ മതി. നമുക്ക് ഇതുപോലെ നോട്ട്ബുക്കിൻ്റെ പേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. വൈറ്റ് പേപ്പറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേറെ കളറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റൈലൊക്കെ അനുസരിച്ചിട്ട് നല്ല ഭംഗിയിലൊക്കെ എഴുതാം. നല്ല കളർ പേപ്പറൊക്കെ വെച്ച് നല്ല കളർ പെൻസിലൊക്കെ വെച്ചിട്ടൊക്കെ നല്ല ഭംഗിയിൽ എഴുതാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ളവരൊക്കെ നല്ല ഭംഗിയിൽ എഴുതാം. അതുപോലെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ഡാർക്കൺ ചെയ്ത് എഴുതാം, എന്നാലേ കറക്റ്റായിട്ട് കാണുള്ളൂ. പിന്നെ ഞാൻ ഇതേപോലെ കുറച്ച് പേപ്പറിൻ്റെ പീസുകളാണ് എടുത്തിരിക്കുന്നത്. കളർ പേപ്പറിൻ്റെയൊക്കെ വേസ്റ്റായിട്ട് വന്നതാണിത്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇതേപോലെ മടക്കിയിട്ട് ചെറിയൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കളർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പൂവൊക്കെ ഉണ്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞൊന്നും പാകില്ലേ, അതിൽ നിന്ന് നമ്മളൊരു ഹേർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ചെറിയൊരു ഹേർട്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തീരെ ചെറുതാണ്. ഇതേപോലെ തന്നെ നമുക്ക് 2-3 എണ്ണമൊക്കെ ചെയ്തെടുക്കാം. ഓരോ കളർ വെച്ചിട്ടൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലെ 2-3 എണ്ണം ഒട്ടിക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് കളർ വെച്ചിട്ട് ചെയ്യാം, അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാകാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു ബലൂൺ പോലെ ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബലൂണിന് കണ്ണും മൂക്കും വായൊക്കെ വരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ വെച്ചു. ഇനി ഇതിൻ്റെ ആ ഒരു ചുറ്റും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വട്ടം വരയ്ക്കുക, അതിൻ്റെ ഉള്ളിലൊരു കുത്തിടാം, വീണ്ടും ഒരു വട്ടം വരയ്ക്കുക, കുത്തിടാം, അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സ്റ്റോണൊക്കെ ഉള്ളവർ അതിൻ്റെ ചുറ്റും ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും ഭംഗിയുള്ള പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ നല്ല വേർഡ്സിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല സ്റ്റൈലായിട്ട് എന്തൊക്കെ വിഷസ് ആണെന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുക. ആദ്യം ഒരു പെൻസിലേയും കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എഴുതാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നല്ല സ്റ്റൈലിൽ വേണമെങ്കിൽ ഇറ്റാലിക്സിലൊക്കെ എഴുതണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും കാണാനായിട്ട്. ഇതേപോലെ കൂടി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ കസിൻസിനോ ആരാന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹാപ്പി ആയിരിക്കും. അതേപോലെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ
സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ കാർഡൊക്കെ മേക്ക് ചെയ്യാനായിട്ട് ഒരുമിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെയ്യാനായിട്ട് പറ്റിയില്ല. വർഷയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. എൻ്റെ ആണെങ്കിൽ കളർ പേപ്പേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഇട്ടാക്കിയാണ്. നമുക്ക് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈഡ് പിക്ക് അയക്കാം. ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ കൂടെ അയക്കാം. രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കുറച്ച് ബലൂണുകളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ആ ബലൂണിന് കുറച്ച് കണ്ണും മുക്കും കൂടി ഞാൻ വരച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. ഇന്നും അത്ര നല്ല സുഖമില്ല, അതുപോലെ ബിസിയുമായിരുന്നു. എന്നാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണിത്. അന്ന് വർഷ ചോദിച്ചപ്പോൾ തന്നെ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. പക്ഷേ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കഴിയാത്തതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു കേക്ക് കൂടി വരച്ച് കൊടുക്കുക. കേക്ക് നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നല്ല കളർഫുള്ളായിട്ടൊക്കെ ചെയ്യുക. എൻ്റെ ഇപ്പോൾ കളർഫുള്ളായിട്ട് ചെയ്യാൻ അത്രയും ഇല്ല. അപ്പോൾ ഞാൻ പേനയും വൈറ്റ്നറൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കളറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള കളറുകളൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കുക. അതൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ പേനയോ അല്ലെങ്കിൽ പെൻസിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊരു ബലൂൺ ചെയ്തിരിക്കുന്നത് പെൻസിൽ വെച്ചിട്ടാണ്, പെൻസിലിൻ്റെ ഷെയ്ഡാണ്. അതേപോലെ ഞാനൊരു വൈറ്റ്നറിൻ്റെ ആവശ്യം വന്നപ്പോൾ, ഒരു വൈറ്റ് കളറിൻ്റെ ആവശ്യം വന്നപ്പോൾ വൈറ്റ്നർ വെച്ച് ചെയ്തു, കാരണം വേറെ കളറൊന്നും ഇല്ലല്ലോ. പിന്നെ ആ കുറച്ച് മെഴുകുതിരിയും കൂടി ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ മുകളിൽ ഞാൻ വൈറ്റ്നറാണ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള കളറൊക്കെ വെച്ച് ചെയ്യുക. കാർഡിൻ്റെ കളറിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അതുപോലെ ഒരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കുക. അപ്പോൾ കൂടുതൽ അത് ഒതുങ്ങിയിരിക്കാനും ഒക്കെ ആയിട്ട് നല്ലതായിരിക്കും. കണ്ടില്ല, ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റ് കളർ ആ വൈറ്റ്നറാണ്. അപ്പോൾ ഇന്നത്തെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇത്രയുമാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കൂടുതലായിട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരുമിക്കൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കാനായിരിക്കും ഈ ഒരു കാർഡ് ഉണ്ടാക്കാനുള്ള വീഡിയോ നോക്കുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ പേരിലൊരു വിശ്വാസം കൂടി പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് പുതിയ ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക്